നമസ്കാരം. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു നടിയാണ് രേണു സുധി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം സുധിയുടെ മരണശേഷം രേണു സുധിയുടെ വളർച്ച ചെറുതൊന്നുമല്ല. പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന തരത്തിലാണ് രേണു സുധിയുടെ വളർച്ച. രേണു സുധിയെ സ്നേഹിക്കുന്നതും രേണു സുധിയെ വിമർശിക്കുന്ന ആരാധകരും വിമർശകരും ഏറെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ രേണു സുധിയെ കുറിച്ചുള്ള വാർത്തകൾ എന്നും നിറഞ്ഞു നിൽക്കാറുണ്ട്. രേണു സുധി പറയുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി വലിയ രൂപത്തിലുള്ള റീച്ചും ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രേണു സുധിയുടെ വാക്കുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാകാറുണ്ട്. രേണു സുധിയുടെ വിവാഹത്തെ പറ്റിയുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം വ്യാപകമായി തന്നെ ചർച്ച നടക്കുകയാണ്. അതിന് രേണു സുധി പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിനെല്ലാം തന്നെ കാരണമായും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു രേണു സുധിയുടെ വാക്കുകൾ പുറത്തു വന്നത്. പ്രേക്ഷകരെല്ലാവരും തന്നെ രേണു സുധിയെ സ്നേഹിക്കുന്നത് സുധിയുടെ ഭാര്യ എന്ന പേരിലായിരുന്നു ആദ്യം. എന്നാൽ പിന്നീട് രേണു സുധി സ്വന്തമായി തന്നെ ഷോർട്ട് ഫിലിമും ആൽബം സോങ്ങുകളെല്ലാം തന്നെ ഇറക്കിയ ശേഷം രേണു സുധിക്കും സ്വന്തമായ ആരാധക വൃന്ദം ക്രിയേറ്റ് ആകാൻ തുടങ്ങി. രേണു സുധിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ അപ്പോഴും ഒരുപാട് വളർന്നു വരികയായിരുന്നു. ഇപ്പോഴാ രേണു സുധി വിവാഹത്തെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. സുധിയുടെ ഭാര്യ എന്ന പേരിലാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നത്. രേണു സുധി എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ പേര്. ഇതിൽ സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെയാണ് രേണു സുധി എന്ന് പറയുന്നത്. ഇതുവരെ ഞാനൊരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ പേര് ഞാൻ മാറ്റിയേക്കും എന്നാണ് രേണു സുധി തുറന്നു പറഞ്ഞത്. രേണു സുധിയുടെ ഈ ഒരു വാക്ക് കേട്ട് പ്രേക്ഷകർ ഞെട്ടിയിരിക്കുകയാണ്. കാരണം സുധിയുടെ ഭാര്യ എന്ന പേരിൽ അറിയപ്പെട്ട് ഇത്രത്തോളം പ്രശംസ നേടിയ താരം പിന്നീട് വേറൊരു വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്ന ചോദ്യം വരുന്നുണ്ട്. എന്നാൽ അങ്ങനെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചും ഒരുപക്ഷം ആളുകൾ വരികയാണ്. സ്വാഭാവികമായും ആ സ്ത്രീയെ വെറുതെ ജീവിക്കാൻ വിട്ടുകൂടെ? ഭർത്താവ് മരിച്ചാൽ പിന്നീട് ഒരു വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെയുണ്ടോ? അങ്ങനെയെല്ലാം ആരാണ് പറഞ്ഞിരിക്കുന്നത്? എത്ര പേരാണ് ഭർത്താവ് മരിച്ച ശേഷം വീണ്ടും വിവാഹം കഴിക്കുന്നത്? അതിന് രേണു സുധിക്ക് മാത്രം എന്താണ് പ്രശ്നം? രേണു സുധി വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ എന്താണ് കുഴപ്പം വരുന്നത് എന്ന് ചോദിച്ചും ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇപ്പോൾ രേണു സുധി വിമർശിച്ചും രേണു സുധിയെ അനുകൂലിച്ചും രംഗത്ത് വരുന്നുണ്ട്. രേണു സുധിയുടെ വിവാഹം കാണാൻ വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അതോ രേണു സുധി ഇനി വിവാഹം കഴിക്കാതിരിക്കുകയാണെങ്കിൽ പ്രേക്ഷകർ അത് സപ്പോർട്ട് ചെയ്യാനും ഒരുപക്ഷം ആളുകളുണ്ട്. നിങ്ങൾക്ക് രേണു സുധി ഇഷ്ടമാണെന്ന കാര്യം, രേണു സുധി പുതിയൊരു വിവാഹത്തെപ്പറ്റി സംസാരിച്ചതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണുന്നുണ്ടോ എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയണേ. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.